ഐ ആം ദിവ്യ പ്രിൻഡോ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ ഈ ഹെയർ സ്റ്റൈലും എന്റെ ഈ ഡ്രസ്സും ഒക്കെ എങ്ങനെയുണ്ട്, നമ്മുടെ സ്റ്റുഡിയോ തൊടുപുഴ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോയിൽ പോയി പർച്ചേസ് ചെയ്താണ് ഈ ഡ്രസ്സൊക്കെ. പിന്നെ ഹെയർ സ്റ്റൈല് പ്രത്യേകിച്ചൊന്നുമില്ല, മുടി ബോബ് ചെയ്തിട്ട് നീണ്ടു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? അപ്പൊ എന്റെ ഒരു അപ്കമിങ് ബ്രൈഡ് ന്യൂസിലാൻഡിൽ നിന്ന് പറന്നെത്തിയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു പുള്ളിക്കാരത്തി വന്നത്. അപ്പൊ കുറെ പ്രോഡക്ട്സിന്റെ ലിസ്റ്റ് ഒക്കെ ഞാൻ കൊടുത്ത് എല്ലാം വാങ്ങിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് പ്രൊഡക്ട്സ് കൊണ്ട് തന്നാലേ മേക്കപ്പ് പാവം കൊച്ചാട്ടോ. നമ്മുടെ അമ്മു എന്നാണ് പേര്. അപ്പൊ അമ്മുനെ കാണാനായിട്ട് പോവാണ്. അതിന് മുമ്പായിട്ട് ലൊക്കേഷൻ വേണ്ടേ, എവിടെയോ പോകേണ്ടത്? ഫസ്റ്റ് നമുക്ക് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു തയ്യൽ മെഷീൻ കുറെ നാളായിട്ട് ഉപയോഗിക്കാതെ കംപ്ലൈന്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പുതിയ മെഷീനൊക്കെയാണ് ഉപയോഗിക്കേണ്ട കംപ്ലൈന്റ് ആയി. അതെ, ഉപയോഗിക്കേണ്ട കംപ്ലൈന്റ് എല്ലാ വർഷമുള്ള ഒരു പരിപാടിയാണ്. വർഷത്തിലൊന്ന് സർവീസ് ചെയ്യുന്ന വീട്ടിൽ കൊണ്ടുവെക്കുന്ന മൂടി ഇടുന്നു, അടുത്ത വർഷം വീണ്ടും സർവീസ് ചെയ്യുന്ന മൂടി ഇടുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാനത് ശരിക്കും യൂസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ പുതിയ പുതിയ ഫാഷനിൽ സ്റ്റിച്ച് ചെയ്യാനും അപ്പൊ അത് വെച്ച് ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് സർവീസ് ചെയ്ത് റെഡി ആക്കണം. ഫസ്റ്റ് നമുക്ക് അത് കൊണ്ട് കൊടുക്കാം, എന്നിട്ട് അമ്മുന്റെ വീട്ടിൽ പോവാം. അപ്പൊ അമ്മ കുറെ പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സെഫോറന്നാണ് എല്ലാം വാങ്ങിയിരിക്കുന്നത്. അപ്പം അടിപൊളി ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. അപ്പൊ അതൊക്കെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. എനിവേ വണ്ടി നേരെ നോക്കി ഓടിക്കണം കേട്ടോ, നല്ല തിരക്കാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് അതെല്ലാം വാങ്ങിയിട്ട് എല്ലാം അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എന്റെ മുടി നീളുന്നില്ലല്ലോ, 5-6 മാസം മുമ്പ് വെട്ടിയതാ. ആട് കടിച്ചോളെ ഇരിക്കും. ഹെയർ മാസ്ക് അത് വഴിയില്ലല്ലോ, തലക്കകത്ത് ഇഷ്ടംപോലെ പറയുമോ? ഒന്നാമത് ട്രാഫിക് ബ്ലോക്ക്, ഇതിന്റെ ഇടയ്ക്ക് നീ ശല്യപ്പെടുത്താണ്ടിരുന്നു. ഒരു സൂചി കുത്താനായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബസ് അവിടെ കുത്തി കയറ്റുന്ന സ്ഥലത്താണ്. തൊടുപുഴയൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചോണ്ടിരിക്കുകയല്ലേ, വണ്ടികളുടെ എണ്ണം കൂടുന്നു. വഴിയിൽ ഒരു വ്യത്യാസം വരുന്നില്ല, വഴി പണ്ടത്തെ അതേ വഴി തന്നെയാണല്ലോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അമ്മുന്റെ അടുത്തേക്കും തൊടുപുഴയൊക്കെ ഒന്ന് ഇറങ്ങുന്നതല്ലേ, അപ്പൊ നന്നായിട്ട് കണ്ണൊക്കെ എഴുതിയേക്കാന്ന് വെച്ചു. ലൈറ്റ് ആയിട്ട് ഒരു വിങ്സ്, അത് മേരി ജോക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഐ പെന്ന് വെച്ചിട്ടൊരു വിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിന്റെ ഇന്നർ വാട്ടർ ലൈൻ ആണെങ്കിൽ നമ്മൾ ഏത് ബ്രാൻഡ് ആയിരുന്നു, മൈഗ്ല എന്ന് പറഞ്ഞൊരു കാജൽ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ലൈറ്റ് ആയിട്ടൊന്ന് മസ്കാര, അതായത് ബെനഫിറ്റിന്റെ ബാഡ് ഗേൾ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഡ്രോ ചെയ്തു, ലിപ്സ്റ്റിക് ഇട്ടു. അപ്പൊ ഇത്രയാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ ചെയ്യാറുള്ള ഒരു മേക്കപ്പ്. കുറച്ച് നേരത്തെ ഇത്രയും ചെയ്യത്തില്ലായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചു. എന്തിനാണത്? തയ്യൽ മെഷീൻ സർവീസിന് കൊടുക്കാൻ പോകുമ്പോ ചെയ്ത മേക്കപ്പ് ആണ്. അതിനെന്താണോ? ഓ, അങ്ങനെ കാര്യമൊക്കെ ഉണ്ടോ? നമ്മൾ ഇന്ന കാര്യത്തിന് പോകുമ്പോഴേ മേക്കപ്പ് ചെയ്യാവുള്ളൂ എന്നൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. ഞാൻ ഈവൻ എന്താ രാവിലെ എണീക്കുമ്പോ തന്നെ എന്റെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത്, മേക്കപ്പ് ഇട്ടിട്ടാണോ ഞാൻ പറയുന്നില്ല, ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇനി ആരെങ്കിലും വീട്ടിൽ വരുവാണെങ്കിൽ ലൈറ്റ് ആയിട്ടൊരു ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ട് ഒന്ന് ഗ്രൂംഡ് ആയിട്ട് വൃത്തിയായിട്ടിരിക്കും. അതിനെന്താ നല്ലതാണ്. ആ എന്താ എന്നെ തിരക്കാ. അപ്പൊ നമ്മൾ അമ്മുവിന്റെ വീട്ടിൽ പോയി എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട്. അമ്മുവിന്റെ അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അമ്മ ഷോപ്പിങ്ങിനൊക്കെ പോയതായിരുന്നു. അപ്പൊ അമ്മ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ചെന്നത്. പക്ഷെ അമ്മ എല്ലാ സാധനങ്ങളും തന്നു. ഇത് കണ്ടോ, കാണുമ്പോ ഇത്രേ ഉള്ളൂ. പക്ഷെ ആകാംക്ഷയില്ല, അമ്മുനെ വിളിച്ചു പോലും നോക്കാണ്ട്, വീട്ടിലുണ്ടോന്ന് പോലും നോക്കാണ്ട് ഒരാൾ ചാടിത്തുള്ളി വീട്ടിൽ ചെന്നു. ഭാഗ്യത്തിന് അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സാധനം കിട്ടി. അപ്പൊ കാണുമ്പോ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എല്ലാം ബ്രാൻഡഡ് തിങ്സ് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് അമ്മ മേടിച്ചോണ്ട് വന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. സംഭവം ഇത്രേ ഉള്ളൂ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ആദ്യം നമുക്ക് ഇതേ സ്റ്റാർട്ട് ചെയ്യാം. ഇത് അനസ്താഷ്യയുടെ സോഫ്റ്റ് ഗ്ലാം ഐഷാഡോ പാലറ്റ് ആണ്. ഏകദേശം നമ്മുടെ ഹ്യൂഡ ബ്യൂട്ടി റോസ് ഗോൾഡ് പാലറ്റിന്റെ അതേ ഒരു റേഞ്ചിൽ വരുന്ന പാലറ്റ് ആണ്, അതേ ഷെയ്ഡ്സ് ഒക്കെയാണ്. പക്ഷെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. വാവ്, ഇതിന്റെ കവറിങ് തന്നെ കണ്ടോ, എന്ത് രസമാണ് കാണാൻ തന്നെ. ഇതാണ് ഇതിന്റെ ഷെയ്ഡ്സ് വരുന്നത്. നമുക്ക് വേണ്ട ഒട്ടുമിക്ക ഏത് ബ്രൈഡിനെ കിട്ടിക്കഴിഞ്ഞാലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഷെയ്ഡ്സും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് ഒരെണ്ണം മതിയാവും. അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഐഷാഡോ പാലറ്റ് മേടിച്ച് വെറുതെ പൈസ കളയണ്ട, ഇത് ഒരെണ്ണം വാങ്ങിയാൽ മതി. അടുത്ത എന്തൊക്കെയാണ് നമുക്ക് കാണാം. അടുത്ത നാഴ്സിന്റെ പ്രൈമറാണ് നാഴ്സിന്റെ സോഫ്റ്റ് മാറ്റ് പ്രൈമറാണ്. ടാർട്ടയുടെ
3 ഷെയ്ഡ്സ് കൺസീലർ ആണ്. 29N, 35N, 12N എന്നീ 3 ഷെയ്ഡ്സ് ആണ് ടാറ്റയുടെ. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഷെയ്ഡ്സിന് എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ്, ഭയങ്കര ഹൈ എൻഡ് പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തത് സെഫോറയുടെ ഒരു 4 ഷെയ്ഡ്സ് ലിപ്സ്റ്റിക് ആണ്. വളരെ യൂസ്ഫുൾ ഷെയ്ഡ്സ് ആണ്. 25, 14, 80 ആൻഡ് 02 അങ്ങനെ 4 ഷെയ്ഡ്സ് ആണിത്. വളരെ അത്യാവശ്യം ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ചിലതൊക്കെ ഒരു പിങ്കിഷ് ന്യൂഡ്, ബ്രൗണിഷ് ന്യൂഡ്, അങ്ങനെ ബ്രിക്ക് കളറൊക്കെ വരുന്ന ഷെയ്ഡ്സ് ആണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്താണേലും. പിന്നെ അടുത്ത് വരുന്നത് ഹ്യൂഡ ബ്യൂട്ടിയുടെ സിൽക്ക് ബാം എന്ന് പറയുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇതും ഭയങ്കര നല്ല പ്രൊഡക്ട്സ് ആണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ്. നമുക്ക് ഏത് ലിപ്സ്റ്റിക്കിന്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ എക്സ്പെൻസ് എത്ര ആയി കാണുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? ഊഹിച്ചിട്ട് അതിന്റെ എത്ര വരുന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്ത കുറച്ച് ബ്രൈഡൽ വർക്ക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് ജസ്റ്റ് കുറച്ച് നേരമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പൊ എന്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ബൈ ബൈ. ഹായ്, ആൻഡ് ദിവ്യ പ്രിൻഡോ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെയുള്ള മീനൂട്ടിയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള മീനാക്ഷിയാണ്. മീനാക്ഷിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ മീനാക്ഷിക്ക് ഒരു അടിപൊളി മേക്ക് ഓവർ നമുക്ക് കൊടുക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ നമ്മുടെ മീനാക്ഷിയുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. മീനാക്ഷി ഇഷ്ടമായോ? ഇഷ്ടമായി. ഉദ്ദേശിച്ചോളൊക്കെ വന്നു നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മീനാക്ഷിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലെ? ഇവിടെ തന്നെ ബർത്ത്ഡേ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ആളുടെ കല്യാണമാണ് ഇന്ന്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആൽഫയുടെ മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞുകൊണ്ട് ആൽഫ പറഞ്ഞോടെ സിമ്പിൾ ലുക്കും അറിയാവുന്ന ആൽഫയ്ക്ക് അപ്പൊ സാരി ഡ്രൈപ്പിങ്ങും അതുപോലെ ഹെയർ സ്റ്റൈലിംഗ് എല്ലാം ഇഷ്ടമായോ? അപ്പൊ എന്റെ ഫ്രണ്ടായ എന്റെ ആൽഫയ്ക്കും അതുപോലെ മാഹിനും എന്റെ എല്ലാ ഇതും കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഒരു ഫോട്ടോഷൂട്ട് മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ഒരു ബ്രൈഡൽ ലുക്ക് ആണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൂടെ ഉള്ളത് മേഘനയാണ്. അപ്പൊ മേഘനയ്ക്ക് നമ്മളൊരു കിഡിലൻ ക്രിസ്ത്യൻ എൻഗേജ്മെന്റ് ലുക്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഹാപ്പിയാണോ? യെസ്. ഒന്ന് ടേൺ ചെയ്ത് ഇങ്ങോട്ട്. ഇത് നമ്മുടെ ഹെയർ സ്റ്റൈല് നമുക്ക് ആകെ 2 മണിക്കൂർ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ ഒപ്പിച്ച് വെച്ചതാണ് നമ്മള്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ മേക്കപ്പിന്റെയും വീഡിയോയും ഫോട്ടോഷൂട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വിശദമായിട്ട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ആർക്കെങ്കിലും ബ്രൈഡൽ ഡേയിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അത് മാത്രമല്ല, ബ്രൈഡൽ മേക്കപ്പിന് 1 ഓഫറുകളാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ മേക്കപ്പിനും 5000 വെച്ചിട്ടാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത്. അപ്പൊ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഒന്ന് ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.